ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ SSC CGL 2024 വേണ്ടി റാങ്ക് മേക്കിംഗ് സീരീസ് എന്നുള്ള വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണിത്. ആദ്യത്തെ 2 ക്ലാസ്സുകൾ ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൽ ആഡ് ചെയ്ത് വരികയാണ്. അപ്പോൾ മാക്സിമം ക്ലാസ് ഇതിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച്. അപ്പോൾ ഇതിന്റെ പാർട്ട്ണർഷിപ്പിന്റെ ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിന് മുമ്പ് കുറച്ച് കാര്യം പറയാം. അപ്പോൾ എന്തിനാണ് ഈ ഒരു റാങ്ക് മേക്കിംഗ് സീരീസ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ബേസിക് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണും. അത് കഴിഞ്ഞിട്ട് കുറച്ച് മോഡറേറ്റ് ലെവൽ കിട്ടും. പിന്നെ അടുത്ത കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ലെവലുള്ള ക്വസ്റ്റ്യൻസ് കാണും, എക്സാമിന് ചെയ്യാൻ പറ്റാത്ത ലെവൽ. അപ്പോൾ ബേസിക് ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ്സുകൾ നമ്മൾ CGL 2024 പ്ലേലിസ്റ്റിലും SSC GD 2022 പ്ലേലിസ്റ്റും എല്ലാമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്നു. അപ്പോൾ നിങ്ങൾ യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞാൽ മാക്സിമം ക്ലാസ്സുകളും കാണുന്നത് ബേസിക് ക്വസ്റ്റ്യൻസ് വെച്ചായിരിക്കും. മാക്സിമം ക്ലാസ് മലയാളം ചാനൽ നോക്കുവാണെങ്കിൽ ബേസിക് ക്വസ്റ്റ്യൻസ് വെച്ചായിരിക്കും ബാക്കിയുള്ള ചാനലുകളിൽ എന്ത് ചെയ്യുന്നത്, ക്വസ്റ്റ്യൻസ് കാണിക്കുന്നത്. നമ്മുടെ SSC RRBയുടെ കാര്യം പറയാം. അപ്പൊ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ബേസിക് മാത്രമല്ല, എന്നാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഇപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന് വേറെ മെത്തേഡ് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നില്ലേ, ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസും അതേപോലെ നല്ല ലെവലിലുള്ള ക്വസ്റ്റ്യൻസും നമ്മളെല്ലാം എന്ത് ചെയ്യും, ഇതിൽ റാങ്ക് മേക്കിംഗ് സീരീസിൽ നമ്മൾ എന്ത് ചെയ്യും, ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ അതിന്റെ പാർട്ട്ണർഷിപ്പിന്റെ ക്ലാസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ടൈം ആൻഡ് വർക്കിന്റെയും പിന്നെ കുറച്ച് ഗുഡ് ക്വാളിറ്റി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ എല്ലാ ചാപ്റ്ററും എന്ത് ചെയ്യും, നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. വീണ്ടും മാക്സിമം ക്വസ്റ്റ്യൻസ് അതിൽ നമ്മൾ എക്സാം വരെ നല്ല രീതിയിൽ, അപ്പൊ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ഇതിനെ കാണാം. ഓക്കെ, അതുപോലെ CGL 2024 നിങ്ങൾക്ക് ജസ്റ്റ് ഈ ഒരു ചാനലിന്റെ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ CGL 2024 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ആ പ്ലേലിസ്റ്റിൽ മാത്സിന്റെ 22 ക്ലാസ്സുകളുണ്ട്. ആ ക്ലാസ്സുകളെല്ലാം കാണും. അതിൽ ഞാൻ എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ ചെയ്യണം എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷന്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പൊ ഇതിനും CGL 2024 അടിപൊളി മാത്സ് ക്ലാസ്സുകൾ, നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒന്ന് ഡെമോ ഒന്ന് കണ്ടു നോക്കിയാൽ CGL 2024 ക്ലാസ്, അതുപോലെ റെയിൽവേക്ക് എല്ലാത്തിനുള്ള ക്ലാസ്സുകൾ ഇതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബാക്കി ഡെമോ കണ്ട് തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ പഠിക്കണമെന്നുള്ളവർക്ക്, അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അങ്ങനെ പഠിക്കാവുന്നതാണ്. ഓക്കെ, ഇത് ഓഫ്ലൈൻ സെന്റേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് പാർട്ണർഷിപ്പ്. ഇപ്പൊ പാർട്ണർഷിപ്പിന്റെ ബേസിക് ക്ലാസ് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ, പാർട്ണർഷിപ്പ് നിങ്ങൾ തപ്പിയെടുക്കാൻ പ്രയാസമാണെങ്കിൽ ജസ്റ്റ് ഇതിന്റെ കമന്റിൽ ഒന്ന് ചോദിച്ചാൽ മതി, എന്ത് ചെയ്യാം, ലിങ്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പാർട്ണർഷിപ്പിന്റെ ബേസിക് ക്ലാസ് എന്താണ് പാർട്ണർഷിപ്പ് എന്നുള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി അത് ഞാൻ ചെയ്തിട്ടുണ്ട്, 2024 CGL വേണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പാർട്ണർഷിപ്പിന്റെ ഒരൊറ്റ കാര്യമുള്ളൂ. പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, ഒരു ബിസിനസ് തുടങ്ങുകയാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതിനകത്ത് നമുക്ക് പഠിക്കേണ്ട ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ഒരു ബിസിനസ് വഴി കിട്ടുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് 2 പേരെ ഉള്ളതെന്ന് വെച്ചു, അവർ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്, നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, ആ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി എത്ര ഇൻവെസ്റ്റ് ചെയ്തു ഇൻറ്റു എത്ര സമയത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്തു, ഇത് രണ്ടും ആയിരിക്കും, ഈ 2 ഫാക്ടറും ആയിരിക്കും നമ്മുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ത് ചെയ്യുന്നത്, ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രേ മാത്രമേ ഉള്ളൂ നമ്മുടെ പാർട്ണർഷിപ്പിന്റെ കാര്യം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ ഒരു പാർട്ടാണ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷനിലെ പാർട്ടാണ്. അപ്പൊ ഞാൻ എന്റെ സ്ട്രാറ്റജി വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ CGL പ്രിലിംസ് എങ്ങനെയെങ്കിലും കാര്യക്കൂടണം എന്ന് പറഞ്ഞ് പഠിക്കരുത്. പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ മെയിൻസിന്റെ ലെവലിൽ തന്നെ പഠിക്കണം. അപ്പൊ നമ്മുടെ ഒരു റാങ്ക് മേക്കിംഗ് സീരീസിന്റെ ഉദ്ദേശം അതാണ്. നിങ്ങൾ എന്റെ ക്ലാസ് കണ്ടാൽ അറിയാം എത്രത്തോളം ക്വാളിറ്റി ഉള്ള ക്വസ്റ്റ്യൻസ്, എങ്ങനെ എത്ര വേഗത്തിൽ, എല്ലാ കാര്യങ്ങളും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സീരിയസ് ആയിട്ട് പഠിക്കുന്നവർക്ക് ജോലി വാങ്ങാനുള്ള എല്ലാം ഇതിലുണ്ട്. അപ്പൊ നിങ്ങൾ സീരിയസ് ആണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. നമ്മുടെ എന്താണ് പ്രാക്ടീസ് ബാച്ചാണ്, പ്രാക്ടീസ് രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കാം. A, B and C start a business with the investment ratio 5:6:4. After 6 months, A quits. Then after 2 months, B also quits. At the end of the year, if total profit ഇത്രയാണെങ്കിൽ find their individual income. അപ്പൊ എന്താ പറയുന്നത്, നമുക്ക് ഇൻകം ആണ് വേണ്ടത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, റേഷ്യോയുടെ ഒരു പാർട്ടാണ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റേഷ്യോയുടെ ബേസിക് ക്ലാസ് കണ്ടിട്ടില്ലാത്തവർക്ക് അത് ചോദിച്ചാൽ അതിന്റെ ലിങ്കും നിങ്ങൾക്ക് അയച്ചു തരാം. ഓക്കെ, അപ്പൊ എയും ബിയും സിയും സ്റ്റാർട്ട് ആയ ബിസിനസ്. അപ്പൊ ഇത് CGL വേണ്ടി പഠിക്കുന്നവർക്ക് മാത്രമല്ല, CGL ആയിക്കോട്ടെ, CHSL, MTS അങ്ങനെയുള്ള SSCയുടെ എക്സാംസ്, റെയിൽവേയുടെ എക്സാംസ് എല്ലാത്തിനും ഇത് വരുന്നതാണ്. ഈ ടോപ്പിക്ക് വരുന്നതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എയും ബിയും സിയും 3 ആൾക്കാരാണുള്ളത്. അവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ ആണ് 5:6:4. ആഫ്റ്റർ 6 മന്ത്, അപ്പൊ ഇവിടെ എന്താ, ഇവിടെ ചേഞ്ച് ഉണ്ട്. ഇവിടെ എന്തില്ല ചേഞ്ച് ഉള്ളത്, ടൈം പീരീഡ്. ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ ഉണ്ട്, അതുപോലെ ടൈം പീരീഡും ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈം ആണ്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ആദ്യമേ എങ്ങനെ ഇത് വേഗത്തിൽ ചെയ്യാന്നുള്ള ഇത് പറഞ്ഞിട്ട് പിന്നെ ആയിരിക്കും ഡീറ്റെയിൽ വഴി പറയുന്നത്. ഞാൻ ഈ പ്രാവശ്യം തൊട്ട് എന്ത് ചെയ്യാം, ആദ്യമേ ഞാൻ ഡീറ്റെയിൽ വഴി പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേഗത്തിൽ എങ്ങനെ പെട്ടെന്ന് കണ്ടിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായിരിക്കും കൂടുതൽ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നും. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ ഉണ്ട്, എന്താണ് 5:6:4 എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. ഇൻവെസ്റ്റ്മെന്റ് പിന്നെന്താ, ടൈം. ഇൻവെസ്റ്റ്മെന്റ് ടൈം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് റേഷ്യോ കിട്ടുന്നത്, പ്രോഫിറ്റിന്റെ റേഷ്യോ കിട്ടുന്നത്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും എത്ര വെച്ച് ഡിവൈഡ് ചെയ്യുമെന്ന് മനസ്സിലാവും.
അപ്പൊ ഇവിടെ നോക്കേ, ആഫ്റ്റർ 6 months എ ക്വിറ്റ്സ്, അതായത് എ എന്ത് ചെയ്യുന്നു, നിർത്തി പോകുന്നു. ദെൻ ആഫ്റ്റർ 2 months, അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 2 months ബിയും പോകുന്നു. അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ, ഇത് ശ്രദ്ധിച്ചോണം, എത്ര നാൾ കഴിഞ്ഞിട്ടാണ് അവർ ആ ഒരു പാർട്ട്ണർഷിപ്പ്, അല്ലെങ്കിൽ എത്ര നാളത്തേക്കാണ് അവർ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് ചെയ്യുന്നതെന്ന് നോക്കണം. ഇപ്പോൾ ഒരു ഇയർ എന്ന് പറഞ്ഞാൽ എത്ര മാസമാണ്? 12 മാസമാണ്. അപ്പോൾ എ എത്ര മാസം ചെയ്യുന്നുണ്ട്? എനിക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ടൈം ഇങ്ങനെ താഴേക്ക് എഴുതേണ്ട ഒരാവശ്യമില്ല. എന്ത് ചെയ്യാം, ഈ ടൈമിനെ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ഇൻറ്റു ടൈമാണ്, ടൈമിന്റെ റേഷ്യോ. ടൈം എന്തിനാ സെപ്പറേറ്റ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇൻറ്റു എത്ര മാസമാണ് എ ചെയ്യുന്നത്? 6 മാസം. ഇനി ബി നിൽക്കുന്നത് എത്ര മാസമാണ്? 6 മാസത്തേക്ക് നിന്നോളൂ. അടുത്ത എത്ര നാൾ നിൽക്കുന്നു, നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്ര നാൾ ആ ഒരു ഇതിൽ തുടരുന്നു, അതായിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് പ്രോഫിറ്റിനെ കണക്കാക്കുന്നത്. ഓക്കെ, ഇപ്പൊ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ടൈം. ഇനി ബി എന്ന് പറഞ്ഞാൽ ബി എത്ര സമയം നിന്നു? 6 മാസം എ നിന്നു, എയും എല്ലാവരും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദെൻ ആഫ്റ്റർ 2 months, 2 മാസം കൂടെ കഴിഞ്ഞിട്ട്, അതായത് 8 മാസത്തേക്ക് ആരാ നിന്ന്? ബി നിന്നു. 8 മാസത്തേക്ക് ബി നിന്നു. ഓക്കെ, അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ, ഇപ്പൊ സിയുടെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം എന്താ? സി 12 മാസം എന്ത് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ പ്രോഫിറ്റ് ഇത്രയാണെങ്കിൽ അവരുടെ ഇൻഡിവിജ്വൽ ഇൻകം, ഓരോരുത്തർക്കും കിട്ടുന്നത് റേഷ്യോ ഇങ്ങനെ ആയിരിക്കും. പിന്നെ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാൻ. കോമൺ ആയിട്ട് എന്താ ഉള്ളത് ഇതിനകത്ത്? 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 ഉണ്ട്, ഇവിടെ 6 വെച്ച് 2 വന്നു. ഇവിടെ എന്തുണ്ട്? വേറെ കോമൺ ആയിട്ടൊന്നുമില്ല. 5:5. ഓക്കെ, പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും ഈ ക്വസ്റ്റ്യൻ. 5:8:8. ഇതാണ് റേഷ്യോ. അതായത് പിക്ക് 5 കിട്ടുമെങ്കിൽ, എക്ക് 5 കിട്ടുമെങ്കിൽ ബിക്ക് 8 യൂണിറ്റ് കിട്ടും, സിക്കും 8 യൂണിറ്റ് കിട്ടും. അപ്പൊ നമുക്ക് ഇൻഡിവിജ്വൽ ഇൻകത്ത് വേണ്ടത്. അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കും? ബിക്കും സിക്കും സെയിം വാല്യൂ ആയിരിക്കും. ബിക്കും സിക്കും സെയിം വാല്യൂ വരുന്ന ഓപ്ഷൻസ് 3 ഉണ്ട്. ബാക്കി നമുക്ക് ചെയ്യാം. 5 തൊട്ട് 13 തൊട്ട് 21. 21ന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 6300. അപ്പൊ 1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 300 ആണ്. 21 ഗുണം 3 ആണ്. ഓക്കെ, 6300 എന്ന് പറഞ്ഞാൽ എത്ര വാല്യൂ ആണ്? 21 യൂണിറ്റിനാണ്. ഇൻഡിവിജ്വൽ ഇൻകം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആൾക്ക് 5 കിട്ടും. അപ്പൊ എത്ര? 1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 21ന്റെ വാല്യൂ 63 ആണെങ്കിൽ 1ന്റെ വാല്യൂ 21 ഗുണം 3 300 ആണ്. അപ്പൊ ഓരോന്നും 300 ഉണ്ട്. 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ഗുണം 300 1500. 8 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 8 ഗുണം 300 2400. 1500, 2400, 2400. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ടോട്ടൽ കൂട്ടുമ്പോൾ 6300 കിട്ടുന്നോ നോക്കണം. പക്ഷെ അങ്ങനത്തെ ഓപ്ഷൻസ് ആയിരിക്കില്ല. ഇത് 48ഉം അതെ 6300 കിട്ടും. ഓപ്ഷൻ സിയും സെയിം തന്നെയാണ് അല്ലേ? ഓപ്ഷൻ സിയും സെയിം തന്നെയാണ്. ഓക്കെ, ഇത് 1550, ഇത് 2350. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടും? 6300 കിട്ടും. ഇതാണ് ഒരു ബേസിക് ക്വസ്റ്റ്യൻ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഇനി എങ്ങനെ ചെയ്യുന്നത്? നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ ഉണ്ട്. 6 months, എ 6 മാസം നിൽക്കുന്നു. ഇവിടെ 6 എഴുതുമ്പോൾ ഈ 6 വെറും വെട്ടിപ്പോകും. പിന്നെ 5:1. ഓക്കെ, അങ്ങനെ വേണ്ട. ഓക്കെ, 5:6:4 ഇങ്ങനെ എഴുതാം. നിങ്ങൾ എക്സാമിന് ചെയ്യേണ്ട വഴി പറയാം. 5:6:4 എഴുതുക. 6 മാസത്തേക്ക് എന്തുണ്ട്? എ ഉണ്ട്. മറ്റേ ആള് 8 മാസത്തേക്കുണ്ട്. മറ്റേ ആള് 12 മാസത്തേക്ക്. 6 ഇവിടെ 2 പോയി. പിന്നെ 5:8. 16 5 21ന്റെ വാല്യൂ ആണ് 63. അത് കാണുമ്പോൾ തന്നെ 21 ഗുണം 3 ആണ് 63. 5 എന്ന് പറഞ്ഞാൽ 5 ഗുണം 3 1500. 8 ഗുണം 3 8 ഗുണം 3 24. എന്ത് ചെയ്യാം? ഇത്രയും മാത്രം എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഡെയിലി മാത്സിന്റെ എക്സസൈസ് ഇതുവരെ ചെയ്ത് തുടങ്ങാത്തൊരു സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് എന്ന് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഓരോ ക്ലാസ്സിലും പറയുന്നത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സെർച്ച് ചെയ്യുക, ആ വീഡിയോ കണ്ട് ഡെയിലി മാത്സിന്റെ എക്സസൈസ് ചെയ്യുക. നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ഇംപ്രൂവ് ആവണം എന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്തെങ്കിലും ചേഞ്ച് വരുവാണെങ്കിൽ, ഇതാണ് ബേസിക് ആയിട്ട് പാർട്ണർഷിപ്പിന്റെ ക്വസ്റ്റ്യൻസ്. ഇതിനകത്ത് കുറച്ച് ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. എയും ബിയും സിയും സ്റ്റാർട്ട് എ ബിസിനസ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ വന്നിട്ടുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ദ പ്രോഫിറ്റ് റേഷ്യോ ഇതാണ്. ഇഫ് സി വർക്ക്സ് ഫോർ എൻറ്റയർ ഇയർ എന്ന് വെച്ചാൽ 12 മാസം വർക്ക് ചെയ്യുന്നു, ദെൻ ഫൈൻഡ് ദ ടൈം ഡ്യൂറേഷൻ ഫോർ എ ആൻഡ് ബി. അപ്പൊ അതിന്റെ വേറൊരു വേരിയേഷൻ. ഇപ്പൊ നമ്മുടെ റാങ്ക് മേക്കിംഗ് സീരീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് റാങ്ക് മേക്കിംഗ് സീരീസ്. അല്ലാതെ ഒരു ചാപ്റ്റർ എടുത്ത് അതിന്റെ ബേസിക് ക്വസ്റ്റ്യൻ മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അത് എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഇതൊക്കെ ഒരുപാട് ടൈം എടുത്ത്, റേഷ്യോ എന്ന് അറിയാത്തൊരു ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതില്ല വഴി അറിയാത്തൊരു ഒരുപാട് ടൈം എന്ത് ചെയ്യുന്ന വേസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അപ്പൊ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ വന്നിട്ടുണ്ട്, പ്രോഫിറ്റിന്റെ റേഷ്യോ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് വേണം? ഇവിടെ ഒറിജിനലായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് സിയുടെ ടോട്ടൽ എത്ര നാള് സി വർക്ക് ചെയ്യുന്നു, അതായത് സിയുടെ ടൈം പീരീഡിന്റെ ഒറിജിനൽ വാല്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. റേഷ്യോ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിന്റെയാണ് ഒറിജിനൽ വാല്യൂ തന്നിട്ടുള്ളത്. എന്തിന്റെ ഒറിജിനൽ വാല്യൂ തന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ റേഷ്യോ കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു ഇൻവെസ്റ്റ്മെന്റിന്റെ ടൈമാണ്. ടൈം പീരീഡിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ടൈം പീരീഡിന്റെ റേഷ്യോ എഴുതി കൂടെ? ഓരോരുത്തരുടെയും ടൈം പീരീഡിന്റെ റേഷ്യോ. ടൈം പീരീഡിന്റെ റേഷ്യോ എന്ത് വരും? ഇൻവെസ്റ്റ്മെന്റ്, പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റ്മെന്റ്. പ്രോഫിറ്റിന്റെ റേഷ്യോ എന്താണ്? പ്രോഫിറ്റിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:3:12. അതായത് എക്ക് ബിക്ക് സിക്ക്. ഓക്കെ, 3:5:3:12. ഓക്കെ, ഇനി എന്താ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? അവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എത്രയാണ്? 5:6:8. ഇവിടെ എക്സ് എഴുതിയാലും എല്ലാം എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോകും. ഡിവൈഡ് ബൈ 5:, ശ്രദ്ധിച്ചോളാം, 5/6.
6 എന്തുകൊണ്ടാ ബൈ ഇട്ടത്? പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ആണ് ടൈം പീരീഡ്. അപ്പൊ എന്ത് കിട്ടും? 6/8. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് സോൾവ് ചെയ്ത് എഴുതാം. വേണമെങ്കിൽ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണോ അതോ ചെറുതാക്കിയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണോ? എങ്ങനെ വേണം ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 5 വെട്ടി 1 ഇത് 1/2 ഇത് എത്ര കിട്ടും? ഇത് 4 വെച്ചിടുമ്പോൾ 3/2. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? എല്ലായിടത്തും 2 കൊണ്ട് മൾട്ടിപ്ലൈ. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ആക്കണം. റേഷ്യോയുടെ ബേസിക് ക്ലാസ് കണ്ടിട്ടില്ല എന്നുള്ളവരാണെങ്കിൽ പറഞ്ഞാൽ മതി. എന്ത് ചെയ്യാം? സെൻഡ് ചെയ്ത് തരാം, പറഞ്ഞു മതി. ഓക്കെ, നിങ്ങളെ കമന്റ് ആയിട്ട് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഇനി ഡിനോമിനേറ്ററിലുള്ള 2 കൊണ്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ. LCM കൊണ്ട് മൾട്ടിപ്ലൈ 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? 1 × 2 2 ഇവിടെ 1 ആണ് കിടക്കുന്നത്. ഓക്കെ, 1 1/2 ആണ് 2. ഓക്കെ, റേഷ്യോ എന്ത് കിട്ടും? 2. ഓക്കെ, 2 ഇവിടെ 2 ഉണ്ട്. 2/2 1 ആണ് വരുന്നത്. ഓക്കെ, ഇവിടെ 1/2 ആണ്. 1/2 2 കൊണ്ട് മൾട്ടിപ്ലൈ 1 ആണ് വരുന്നത്. ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 വരും. 2:1:3 ആണ് ഇതെന്ന് പറയുന്നത് ഇവരുടെ ടൈം പീരീഡിന്റെ റേഷ്യോ. ഓക്കെ, ടൈം പീരീഡിന്റെ റേഷ്യോ. അതായത് A 2 യൂണിറ്റ് സമയത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ B 1 യൂണിറ്റ് സമയത്തേക്കും C 3 യൂണിറ്റ് സമയത്തേക്കും. അപ്പോൾ C വർക്ക്സ് ഫോർ ദ എൻറ്റയർ ഇയർ. അപ്പോൾ ഒരു വർഷത്തേക്ക് മൊത്തത്തിലാണ് ആര് വർക്ക് ചെയ്യുന്നത്? C വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 യൂണിറ്റിന്റെ വാല്യൂ ആണ് തന്നിട്ടുള്ള എത്ര മാസം? ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? മാസമാണ്. 8 6 എന്ന് പറഞ്ഞാൽ മാസമാണ്. ഓക്കെ, എൻറ്റയർ ഇയർ ആണ് അത് C വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 3ന്റെ വാല്യൂ ആണ് 12 മാസം. 3ന്റെ വാല്യൂ ആണ് 12 മാസം. 1ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 3 4 ആണെങ്കിൽ 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 എന്ന് പറഞ്ഞാൽ 3 12 ആണെങ്കിൽ 3 × 4 ആണ്. 2 × 4 എത്രയാണ്? 8 മാസം. 1 എന്ന് പറഞ്ഞാൽ 1 × 4 എത്ര മാസം? 4 മാസം. 8 മാസവും 4 മാസവും. ഓപ്ഷൻ ഡി നമുക്ക് ആൻസർ കൊടുക്കാം. ഇത് ഡീറ്റെയിൽഡ് വഴിയാണ്. അപ്പൊ ഇങ്ങനെയാണോ നിങ്ങൾ എക്സാം ചെയ്യേണ്ടത്? ഒരാൾക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട വഴി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നിങ്ങൾ ഇത് പഠിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്ത് പോവുക. ഇൻവെസ്റ്റ്മെന്റും പ്രോഫിറ്റും തന്നിട്ടുണ്ട്. ടൈമിന്റെ വാല്യൂ വേണം. പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ആണ് ടൈം എന്നറിയാം. അപ്പൊ ഡയറക്റ്റ് എഴുതണം. 5/5 1 റേഷ്യോ 3/6 1/2 ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. എന്ന് പറഞ്ഞാൽ ആർക്കാണ്? ആദ്യമായിട്ട് ഈ ക്വസ്റ്റ്യൻ കാണുന്നവർക്കാണ്. ഓക്കെ, ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്യാതെ പോയിട്ട് ഇതേപോലെ തന്നെ ചെയ്താൽ അത് കാര്യമില്ല. അതിന് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ പഠിത്തം എന്നല്ല പറയുന്നത്. ഓക്കെ, ഇനി 12/8 എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം. പ്രോഫിറ്റിനെ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് ചെയ്യണം. 12/8 എന്ന് പറയുമ്പോൾ 3/2 ഡയറക്റ്റ് എഴുതും. എന്നിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 എങ്ങനെ എഴുതാം? നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? 2 1 ആരും വൃത്തിയൊന്നും നോക്കത്തില്ല. 2 1 3 കിട്ടി. അപ്പൊ 3ന്റെ വാല്യൂ 12 ആണ്. 2ന്റെ വാല്യൂ 8, 1ന്റെ വാല്യൂ 4. ഇതിന് പേനയൊന്നും വേണ്ട. ഇത്രയും എഴുതി തന്നെ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത്രയും തന്നെ ആയിരിക്കും നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഇത്രയും സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലാഭിക്കാൻ പറ്റും. എത്രത്തോളം നിങ്ങൾ കുറച്ച് എഴുതുന്നു അത് വലിയ പാടുള്ള പരിപാടിയൊന്നുമില്ല. നിങ്ങൾ കറക്റ്റായിട്ട് ക്ലാസ്, നിങ്ങളൊരു ഫൗണ്ടേഷൻ ബാച്ചും അതേപോലെ നിങ്ങൾ CGL ആ ഒരു 0 to Hero ബാച്ചും കണ്ടാൽ നിങ്ങൾക്ക് എന്താവും? സെറ്റ് ആവും. ഫുള്ള് നിങ്ങൾ വേറെ എവിടെയും പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഈ ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസും ഇങ്ങനെയുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻ്റെ കൂടെ എന്ത് ചെയ്യുക? ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ തരാം. നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കെ. 360 640 780. ഓപ്ഷൻ ബി എന്ന് പറഞ്ഞാൽ 320 620 790. ഓപ്ഷൻ സി എന്ന് പറഞ്ഞാൽ 340 660 740. ഓക്കെ, നോക്കാം. ഓപ്ഷൻ സി വരെ മതി. ഓക്കെ, നോക്കാം. A invests for 4 months and gets 1/8 part of the total profit. B invests for the 6 months and gets 1/3 part of the total profit. And C invests rupees 780 for 7 months. Find the investment of A and B. അപ്പോൾ എയും ബിയും A and B and C നോക്കാം. A, B and C. ഓക്കെ, ഇതല്ല 780 അല്ലേ? ഓക്കെ, ഇത് 780 ആണ് കേട്ടോ. ഓക്കെ, ഇതും 780. ഓക്കെ, ഇപ്പൊ നോക്കാം. നമുക്ക് ഇവരുടെ ഓരോരുത്തരുടെ റേഷ്യോ നോക്കാം. അപ്പൊ A B C അതെന്ത് ചെയ്യാം? പ്രോഫിറ്റിന്റെ റേഷ്യോ നോക്കാം. ഓക്കെ, ഇത് ഡീറ്റെയിൽ വഴിയാണ്. പ്രോഫിറ്റിന്റെ റേഷ്യോ എന്താണ്? 1/8 part of total profit. B invest 6 and 1/3 part of the total profit. ഇവിടെ ഇങ്ങനെ നിങ്ങൾ തരുവാണെങ്കിൽ 1/8 1/4 1/3 ഇങ്ങനെ തരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഏതെങ്കിലും ഫ്രാക്ഷൻ വാല്യൂ തരുവാണെങ്കിൽ, ഇങ്ങനെ ബേസ് ആയിട്ട് തരുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പാർട്ട് ഓഫ് ടോട്ടൽ പ്രോഫിറ്റ്. അപ്പൊ പാർട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ തരുവാണെങ്കിൽ നമ്മളെ ഡിനോമിനേറ്റർ ഇവിടെ 8 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഈ ഡിനോമിനേറ്ററിന്റെ ഒരു മൾട്ടിപ്പിളിനെ ടോട്ടൽ എന്താണോ വാല്യൂ അതായിട്ട് എടുക്കുക. അതായത് 8 × 3 24 ആണ് നമ്മുടെ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് വിചാരിക്കുക. അപ്പൊ ആ ടോട്ടൽ പ്രോഫിറ്റിന്റെ 1/8 പാർട്ട് ആർക്ക് കിട്ടും? നമ്മുടെ എക്ക് കിട്ടും. അപ്പൊ നമ്മൾ പഠിച്ച ആ കൺസെപ്റ്റ് തന്നെ അതിന്റെ ജസ്റ്റ് അടുത്തൊരു ഡീവിയേഷൻ. ഇങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഡിഫറെന്റ് ഒരേ കൺസെപ്റ്റ് തന്നെയാണ്, കുറച്ച് മാറ്റം വന്ന് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അതാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് സീരീസ് എന്ന് ഇതിനെ പറയാൻ കാരണം. ഓക്കെ, നോക്കാം. അപ്പൊ 24/8 എത്രയാണ്? 3 യൂണിറ്റ് ഇവിടെ. 24/24ന്റെ 1/8. ബിക്ക് എന്ത് കിട്ടും? 1/3 പാർട്ട് ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ്. 24 ആയിരുന്നെങ്കിൽ
24. നമുക്ക് റിലേഷൻ മതി. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്പേഴ്സ് തമ്മിലുള്ള അല്ലെങ്കിൽ ഈ ഒരു ഡേറ്റ തമ്മിലുള്ള എന്താണ് റിലേഷൻ. 24 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8ആണ്. ഇനി സി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ബാക്കി പാർട്ട്. ഇപ്പൊ 3 8 11 ബാക്കി എത്ര ഉണ്ട്? 24 ആയിരുന്നു ടോട്ടൽ പ്രോഫിറ്റ്. അതിൽ 11 ഇമാര് കൊണ്ടുപോയി. ബാക്കി എത്രയാണ്? 13 ആർക്ക് കിട്ടുന്നത്? സി കിട്ടും. ഇനി ഇവരെ ടൈം പീരീഡ് റേഷ്യോ ടൈം 4 മാസം. മറ്റവൻ രണ്ടാമത് ബി എത്രയാണ്? 6 മാസം. അടുത്തവൻ എത്രയാണ്? 7 മാസം. 7 മാസത്തേക്കാണ് സി. 7 മാസം. അപ്പൊ ഇവരുടെ ടൈമിന്റെ റേഷ്യോ കിട്ടും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ കിട്ടും. കാര്യം എന്താ? ഈ 750 എന്ന് പറഞ്ഞാൽ എന്താണ്? സിയുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ്. ഇതെങ്ങനെ പെയിനെടുക്കാൻ ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. അപ്പൊ എന്ത് കിട്ടും? നമുക്ക് എന്ത് ചെയ്യാം? പ്രോഫിറ്റ് ബൈ ടൈം ആണെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ്. 3/4 റേഷ്യോ 8/6 റേഷ്യോ 13/7. പിന്നെ അത് 4ന്റെ 6ന്റെ 7ന്റെ LCM എടുക്കുക. അല്ലാതെ വേറെ വഴിയൊന്നും LCM കൊണ്ട് എടുക്കുക. അല്ലെങ്കിൽ 4 ഗുണം 6 ഗുണം 7 കൊണ്ട് എന്ത് ചെയ്യുക? എല്ലായിടത്തും ഗുണിക്കുക. ഒരേ വാല്യൂ കൊണ്ട് ഗുണിച്ചാൽ റേഷ്യോയിൽ ചേഞ്ച് വരത്തില്ല. ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് 3 ഗുണം ഇവിടെ 4 മേളിൽ എന്ത് ചെയ്യണം? LCM എന്ന് പറഞ്ഞാൽ 4 ഗുണം 6 അല്ലെങ്കിൽ 12 ഗുണം 7 എഴുതി ചെയ്താൽ മതി. 12 ഗുണം 7 ഇതാണ് LCM. LCM എന്താണ് അറിയാത്തവർക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് നമ്മുടെ LCM HCFന്റെ ക്ലാസ്സിലുണ്ട്. അത് കണ്ട് എന്ത് ചെയ്യുക? LCM എന്താണെന്ന് മനസ്സിലാക്കും. ഓക്കെ. 12 ഗുണം 7 84 കൊണ്ട് ഗുണിക്കുമ്പോൾ എന്ത് വരും? ഇവിടെ 12 ഗുണം 7 ഇവിടെ 12 ഗുണം 7 കൊണ്ട് ഗുണിക്കുന്നു. 12/4 3 3 21 21 3 ഇങ്ങനെ എഴുതാം. ഡയറക്റ്റ് എഴുതാം. 21 3 63 റേഷ്യോ 8/6 ഇൻറ്റു 12 ഗുണം 7 ഇതാണ് LCM. 6 കൊണ്ട് കിട്ടുമ്പോൾ എന്ത് വരും? ഇവിടെ 2 വരും. 2 7 14 14 8 112 റേഷ്യോ 13/7 ഇൻറ്റു 12 ഗുണം 7. 7 7 വിട്ട് പോയി 13 ഗുണം 12 എത്രയാണ്? 156. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടെങ്കിലേ പറ്റൂ. അതിനുവേണ്ടിയാണ് സീക്രട്ട് ഓഫ് സ്പീഡ് മാക്സ് ഡെയിലി ചെയ്യണം എന്ന് പറഞ്ഞു. 63 റേഷ്യോ 112 റേഷ്യോ 156 ഇതാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ എയുടെയും ബിയുടെയും സിയുടെയും ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. നമുക്ക് എന്താ? ഇൻവെസ്റ്റ്മെന്റ് ഓഫ് എ ബി സി എ ആൻഡ് ബി മതി. 750 നോക്കണ്ട. എയുടെയും ബിയുടെയും ഇൻവെസ്റ്റ്മെന്റ് ആണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ 156ന്റെ ഒറിജിനൽ വാല്യൂ ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ ആണ്. 156ന്റെ ഒറിജിനൽ വാല്യൂ ആണ് നമുക്കുള്ള എത്ര? ക്യാൻസൽ ചെയ്യായിരുന്നു. വേണമെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് 14 ഗുണം 8. ഓക്കെ. 7 കൊണ്ട് വെട്ടാം. 7 ഉണ്ടല്ലോ. ഇല്ല 7 ഇല്ല. 156 7 ഇല്ല. നമുക്ക് ചെയ്യാം. 156ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്ര നിൽക്കുന്നത്? 780. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്? 156നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അതെ 730 6 5 30. ഓക്കെ. 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. 63 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 63 ഗുണം 5 63 ഗുണം 5 എത്ര വരുന്നത്? എത്ര വരുന്നത്? 5 വരുമ്പോ 300 315 ആണല്ലോ വരുന്നത്. ഓപ്ഷനകത്ത് 115 112 നമുക്ക് എവിടെയെങ്കിലും തെറ്റിയോ? 24 പ്രോഫിറ്റ് 3/8 13. ഓക്കെ. 3/8 13 3/4 8/6 13/7 മന്തിലേ വന്നേക്കുന്നത്. ഓക്കെ. 7 മന്തിന് വരെ നമ്മൾ 8 ആയി. ക്വസ്റ്റിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 8 മന്ത് ആക്കി കേട്ടോ. അല്ലെങ്കിൽ കാൽക്കുലേഷൻ കറക്റ്റ് ആയിട്ട് വരച്ചു. നമ്മുടെ ആൻസർ കറക്റ്റ് ആയിട്ട് എടുത്തു. ഓക്കെ. ഇത് 8 മന്ത്സ് ആക്കുക. ക്വസ്റ്റിനകത്ത് 8 മന്ത് ആണെന്ന് വിചാരിച്ചു. ഓക്കെ. നമുക്ക് സോൾവ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇത്ര വലിയ നമ്പേഴ്സ് ആണ് കേട്ടോ. 7 ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു. ഓക്കെ. ക്വസ്റ്റിനകത്ത് ഈ ഓപ്ഷനോട് മാച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താണ്? ഇത് 8 ആയിരുന്നു ക്വസ്റ്റ്യൻ കേട്ടോ. 8 ആയിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3/4 6/8 13/8. ഓക്കെ. 13/8. ഓക്കെ. അപ്പൊ LCM മാറും. എത്ര വരും? 4 8നകത്തുണ്ട്. 6ന്റെ 8ന്റെ LCM എത്രയാണ്? 24. 24 LCM. മേളിൽ താഴെ എന്ത് ചെയ്യാം? 22 ഗുണിക്കാം. 22 ഗുണിക്കുമ്പോൾ എന്ത് വരും? 3/4 × 24 3 × 6 18 വരും. 8/6 × 24 6 27 ഇവിടെ വെട്ടി 4 വരും. 8 4 32 വരും. അടുത്ത 13/8 × 24 8 27 3 8 8 39. ഓക്കെ. ഇപ്പൊ കറക്റ്റ്. അപ്പൊ 39ന്റെ വാല്യൂ ആണ്. 39 സിയുടെ ഇൻവെസ്റ്റ്മെന്റ്. 39ന്റെ വാല്യൂ ആണ് എന്നിട്ടുള്ളത് 780. എത്ര കൊണ്ട് ഗുണിച്ചേക്കുന്നത്? 20 ഗുണിച്ചിട്ടുണ്ട്. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താ? 18 എന്ന് പറഞ്ഞാൽ 18 × 20 18 × 20 360. അതുപോലെ ഇതേ ഗുണം 20 32 × 20 ആണ് 640. ഓപ്ഷൻ എ നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ആയിട്ട് കൊടുക്കും. 360 640 780 80. ഓക്കെ. ഇവിടെ കഴിഞ്ഞ ക്വസ്റ്റിനകത്ത് എന്ത് ചെയ്തു? നമുക്ക് പ്രോഫിറ്റ് തന്നു, ഇൻവെസ്റ്റ്മെന്റ് തന്നു, ടൈമിന്റെ റേഷ്യോ ടൈം കണ്ടുപിടിക്കണം. ഇവിടെ എന്താണ്? വേറെ ടൈപ്പ്. പ്രോഫിറ്റ് തന്നു, ടൈം തന്നു, ഇൻവെസ്റ്റ്മെന്റ്. അപ്പൊ ഇനി ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നും എന്ത് ചെയ്യരുത്? നിങ്ങൾ തെറ്റിക്കരുത്. ഓക്കെ. അപ്പൊ ഇതെങ്ങനെയാ വേഗത്തിൽ ചെയ്യുന്നത്? നമുക്ക് 4 മാസം 1/8 ഓഫ് ടോട്ടൽ പ്രോഫിറ്റ് 1/3 പാർട്ട് ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ്. പ്രോഫിറ്റ് റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാം? 8 3 24. 8നെ 3നെ മൾട്ടിപ്ലൈ എടുക്കുക. അതിന്റെ 1/8 3 യൂണിറ്റ്. നമുക്ക് എന്ത് റിലേഷൻ മതി? 1/3 എന്ന് പറഞ്ഞാൽ 8 യൂണിറ്റ്. ബാക്കി എത്ര? 13 യൂണിറ്റ്. എന്താണ് അടുത്ത? ടൈം. ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 മന്ത്. ഡയറക്റ്റ് എഴുതാം by 4. അടുത്ത 6 മന്ത്. അടുത്ത 8 മാസം. എന്ത് ചെയ്യാം? 24 LCM കൊണ്ട് റേഷ്യോ കണ്ടുപിടിക്കാം. റേഷ്യോ ഇടുമ്പോൾ എത്ര കിട്ടും? ഇത് 27 18 27 32. ഇത് 39. 39 വിലയാണ് 780. 39 20 18 20 32 20. ഡയറക്റ്റ് ചെയ്യാം. ഇത്ര എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വേഗത്തിൽ ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ അടുത്തൊരു ടൈപ്പ്. അടുത്ത
ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓപ്ഷൻ. എ ആൻഡ് ബി ടുഗദർ ടേക്ക് എ ഗ്രാസ് ലാൻഡ് ഓൺ റെന്റ് ഫോർ 1 year. ഓക്കെ, ഒരു വർഷത്തേക്കാണ് എടുത്തത്. എക്ക് എത്ര ഉണ്ട്? 100 cows ഉണ്ട് ആൻഡ് യൂസ് ഇറ്റ് ഫോർ 8 months. Then B has how many cows if he paid 50% more money for rent than A? അപ്പൊ ഇത് പാർട്ണർഷിപ്പിന്റെ നിങ്ങളുടെ ഒരു പ്രീവിയസ് ബുക്ക് ഉണ്ടെങ്കിൽ അതിൽ കാണുന്നതാണ്, പണ്ട് തൊട്ടേ ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റൻ നമുക്ക് എങ്ങനെ, ഇത് പാർട്ണർഷിപ്പിന്റെ ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇത് എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. നിങ്ങൾ ഒന്ന് സ്വന്തമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പൊ ഇവിടെ എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പൊ രണ്ടും ഒരു വർഷത്തേക്കാണ് എടുക്കുന്നത്, അത് ഇമ്പോർട്ടന്റ് ആണ്. എക്ക് 100 cow ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എ എത്ര എടുക്കുന്നത്? നമുക്ക് എന്ത് ചെയ്യാം? 50% മോർ മണി റെന്റ് തന്നെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ റെന്റ് കൂടുതൽ കൊടുക്കേണ്ടി വരുന്നത്? കൂടുതൽ കാലം റെന്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഇവിടെ ഇയാൾ കൊടുക്കുന്ന റെന്റ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? അയാളുടെ കയ്യിലുള്ള പശുക്കളുടെ എണ്ണവും അയാൾ എത്ര നാൾ ഉപയോഗിച്ചു. പശുക്കളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് പോലാണ്. പശുക്കളുടെ എണ്ണം എത്ര നാൾ ഉപയോഗിച്ചു. അപ്പൊ എയുടെയും ബിയുടെയും പ്രോഫിറ്റ് എത്ര, റെന്റ് എത്രയാണെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് അല്ല റെന്റ് ആണ്. ഇഫ് ഹി പെയ്ഡ്, ആരാണ്? ബി പെയ്ഡ് 50% മോർ മണി റെന്റ് ദാൻ എ. എയേക്കാളും 50% കൂടുതൽ. അപ്പൊ 50% എന്താണെന്നൊക്കെ പെർസെന്റേജിന്റെ ബേസിക് ക്ലാസ് അത് അറിഞ്ഞില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി, അതിന്റെ ലിങ്ക് തരാം. 50% മോർ എന്ന് പറഞ്ഞാൽ എന്താണ്? 50% എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇപ്പൊ എ ദാൻ കഴിഞ്ഞ് വരുന്ന ആളാണ് ബേസ്. എ രണ്ടാണെങ്കിൽ ഒന്ന് കൂട്ടി 3 ആരടച്ചത്? ബി അടച്ചത്. ഇപ്പൊ എക്ക് 2 യൂണിറ്റ് ആണെങ്കിൽ ബിക്ക് എത്ര യൂണിറ്റ് ആണ്? 3 യൂണിറ്റ് ആണ് റെന്റ് കൊടുത്തത്. അപ്പൊ ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റേഷ്യോ നമുക്ക് നേരെ എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ ഡിവിഷൻ ആയിട്ട് വരും. ഓക്കെ, ഇതൊക്കെ റേഷ്യോയുടെ ബേസിക് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ചോദിച്ചാൽ മതി. ഓക്കെ, ഇപ്പൊ എ ബൈ ബി ടി. ഇനി എയുടെ കാര്യം എന്താണ്? എക്ക് എത്ര പശുക്കളുള്ള? 100 പശുക്കള്. അത് എത്ര സമയത്തേക്ക് ചെയ്തത്? 8 മാസത്തേക്ക്. 8 മാസത്തേക്ക്. അപ്പൊ പശുക്കളുടെ എണ്ണം ഇൻറ്റു എത്ര സമയം ഉപയോഗിച്ചു, അതാണ് റെന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അതായത് പ്രോഫിറ്റ് ഇൻവെസ്റ്റ്മെന്റ് ടൈം എന്ന് പറയുന്നത് റെന്റ് കൊടുക്കുന്നത് പറഞ്ഞാൽ എത്ര പശുക്കളുണ്ട്, പശുക്കളുടെ നമ്പർ ഇൻറ്റു എത്ര ടൈം. അപ്പൊ താഴെന്താ ബി എക്ക് എത്ര പശുക്കളുണ്ടെന്ന് അറിയില്ല, അത് ഞാൻ ബി എന്ന് കൊടുത്തു. ബി എത്ര സമയത്തേക്കാണ് യൂസ് ചെയ്തത്? ബി ഹാസ് ഹൗ മെനി ഇയേഴ്സ് ഇഫ് ഹി പെയ്ഡ്. അപ്പൊ ബിയുടെ സമയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു വർഷത്തേക്ക്. ഓക്കെ, ടേക്ക് ഗ്രാസ് ലാൻഡ് ഓൺ റെന്റ് ഫോർ 1 year. യൂസ് ഇറ്റ് ഫോർ 8 months. ബിക്ക് ഓക്കെ, ബി ഇപ്പൊ 8 മാസത്തേക്ക്. ടോട്ടൽ 12 മാസത്തിൽ 8 മാസം എ ആണ് ഉപയോഗിച്ചത്. ഇപ്പൊ ബാക്കി എത്ര മാസം? 4 മാസം. വേറെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ രണ്ടുപേരും റെന്റ് എടുത്തിട്ട് കുറച്ചാൾ ഒരാൾ ഉപയോഗിച്ചു, ബാക്കി സമയം മറ്റാൾ ഉപയോഗിച്ചു. അങ്ങനെ വിചാരിച്ചാൽ മതി. അങ്ങനെയാണ് വിചാരിച്ചത്. ഇത് നല്ല ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ലാംഗ്വേജ് നല്ല ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പൊ ബി 4 മാസത്തേക്ക് ഉപയോഗിച്ചു. അപ്പൊ ഇതിന് എന്ത് കണ്ടുപിടിക്കണം? ബിയുടെ വാല്യൂ കണ്ടുപിടിക്കും. ഓക്കെ, ഇതിന്റെ ഒറിജിനൽ വാല്യൂ തന്നിട്ടുള്ളൂ 100. എന്ത് കിട്ടും? ഇത് 2 കിട്ടും. ഈ 2 വെട്ടി. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ ബി ഇങ്ങോട്ട് പോകും. ബി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 3 × 100 300 cows. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 2 0s ഇട്ട് കൊടുക്കാം. ഓപ്ഷനകത്ത് 0 0 0 0 0 0 എന്ത് കിട്ടും? ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 300 cows ആണ് എന്തുള്ളത്? ബിക്ക് ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യാം? 300 cows ആണ് ബിക്ക് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഇത് നല്ല ക്വസ്റ്റൻ ആണ്. ലാംഗ്വേജ് കുറച്ച് വ്യത്യാസമാണ്. ഓക്കെ, കുറച്ച് വ്യത്യാസമാണ്. അപ്പൊ ഈ 12 മാസം ഇവിടെ 8 മാസം ഇവിടെ എയും ബാക്കി 4 മാസം ആരാണ്? ബി. ഇങ്ങനെയാണ് എന്ത് ചെയ്തത്? ഇവർ യൂസ് ചെയ്തത്. ഓക്കെ, നല്ല ക്വസ്റ്റൻ ആണ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റൻ. ഈ ക്വസ്റ്റൻ ഒന്ന് ചെയ്ത് നോക്കി എല്ലാവരും, സ്വന്തമായിട്ട് ഒന്ന് ചെയ്ത് നോക്കി എല്ലാവരും. നല്ല ക്വസ്റ്റൻ ആണ് എല്ലാം. ഓക്കെ, ചെയ്ത് നോക്കി. ഓക്കെ, ഇവിടെ നോക്ക്. എയും ബിയും 2 partners in a business. ഒരു 2 പാർട്ട്നേഴ്സ് ആണ്. ഇഫ് എ ഇൻവെസ്റ്റ് 3/5 പാർട്ട് ഫോർ 15 months ആൻഡ് ബി ഗെറ്റ്സ് 4/7 ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ്, ദെൻ ഹൗ ലോങ് ബീസ് ഇൻവെസ്റ്റ്മെന്റ് വാസ് യൂസ്? നല്ല ക്വസ്റ്റൻ ആണ്. അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇങ്ങനെ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കി. ഇപ്പൊ എയും ബിയും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. മറ്റേ ക്വസ്റ്റിന് പെൻ ഫ്രീ ആയിട്ടുള്ള മെത്തേഡ് ഇത് തന്നെ വേഗത്തിൽ ചെയ്യാം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇത് തന്നെയാണ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ബിക്കോസ് ഇപ്പൊ നമ്മുടെ മെത്തേഡ്സിന്റെ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എങ്ങനെയാണ് ഇങ്ങനത്തെ മെത്തേഡ്സ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എയും ബിയും പാർട്ട്നേഴ്സ് ആണ്. എ ഇൻവെസ്റ്റ് 3/5 15 months എന്ന് പറഞ്ഞാൽ എന്താണ്? എയുടെ ഒറിജിനൽ, എ എത്ര സമയം ഉപയോഗിച്ചു എന്നുള്ള ഒറിജിനൽ വാല്യൂ ആണ്. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണ് പറയുന്നത് അതിന് സമയം എടുക്കും. അത് ആദ്യം തന്നെ നിങ്ങൾക്ക് പറ്റില്ല. കുറെ നാൾ നിങ്ങൾ എന്ത് ചെയ്യും? ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വായിച്ചാൽ എന്താണ് ചെയ്യേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ ഇത് എന്താണ് പറയുന്നത്, അതൊക്കെ മനസ്സിലാക്കാൻ സമയം എടുക്കും. അങ്ങനെ സമയം എടുത്തില്ലെങ്കിൽ പിന്നെ ഇവിടെ കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുന്നതിന് അതിൽ അർത്ഥമില്ല. പക്ഷെ എത്രത്തോളം നിങ്ങൾ അത് എന്ത് ചെയ്യുന്നു, അതിന്റെ സമയം നിങ്ങൾക്ക് എടുക്കുന്ന ആ സമയം കുറയ്ക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത് ഞാൻ ഇങ്ങനത്തെ ക്ലാസ്സുകൾ ചെയ്യുന്നത്. ഓക്കെ, ബി ഗെറ്റ്സ് 4/7 ഓഫ് ദ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന്റെ റേഷ്യോ നമുക്ക് കിട്ടി. ടോട്ടൽ 7 ആണെങ്കിൽ, ടോട്ടൽ പ്രോഫിറ്റ് 7 ആണെങ്കിൽ അതിന്റെ 4 പാർട്ട് ആർക്കാണ് കിട്ടുന്നത്? ബിക്ക് കിട്ടുന്നു. ബാക്കി ടോട്ടൽ 7 യൂണിറ്റ് ആണ് പ്രോഫിറ്റ്, ബാക്കി 3 യൂണിറ്റ് ആണ് ആർക്ക് കിട്ടുന്നത്? എ കിട്ടുന്നത്. അപ്പോൾ പ്രോഫിറ്റ് റേഷ്യോ കിട്ടി. എ ഇൻവെസ്റ്റ് 3/5 പാർട്ട്. 3/5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ എന്താണ്? ടോട്ടൽ 5 ആണെങ്കിൽ അതിലെ
അതിൽ 3. ടോട്ടൽ 5 ആണെങ്കിൽ അതിന്റെ 3 ആരാണ്? എ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കമന്റിൽ ചോദിക്കാവുന്നതിന് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ഈ പഠിപ്പിച്ചത്. ഓക്കെ, ഇനി ബി എന്താണ്? ടോട്ടൽ 5 ഉണ്ടെങ്കിൽ, ടോട്ടൽ 5 ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ 3 പാർട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ടോട്ടൽ 5 3 എ ഇൻവെസ്റ്റ് ചെയ്താൽ ബാക്കി ആരാണ്? 2. നമ്മൾ എന്താണ് ഇതിന്റെ റേഷ്യോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ ഇതിന്റെ ഹൗ ലോങ് ഇൻവെസ്റ്റ്മെന്റ് വാസ് യൂസ്ഡ് എന്ത് വേണം? നമുക്ക് ടൈം പീരീഡ് വേണം. ടൈം പീരീഡ് 3/3. പ്രോഫിറ്റ് ബൈ ഇൻവെസ്റ്റ്മെന്റ് ആണ് ടൈം പീരീഡ്. 3/3 1, 4/2 2. അതായത് 1:2 ആണ് നമുക്ക് റേഷ്യോ കിട്ടുന്നത്. അപ്പൊ ഈ 2ന്റെ വാല്യൂ ആണ് നമുക്ക് 2-ന്റെ 1ന്റെ വാല്യൂ. 1ന്റെ വാല്യൂ ആണ് നമുക്ക് ഒറിജിനലായിട്ട് എത്ര വന്നിട്ടുള്ളത്? എത്ര സമയത്തേക്കാ? 15 മാസം. 2ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 × 15 എത്ര? 30 മാസത്തേക്ക് ആര് വർക്ക് ചെയ്തു അല്ലെങ്കിൽ ആര് ഇൻവെസ്റ്റ് ചെയ്തു? നമ്മുടെ ബി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഇത്രയും പഠിച്ച ഒരാൾ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരുന്നില്ല. നിങ്ങൾക്ക് ഇത്രയും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് ഇത്രയും എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് എന്താണ് അവർ ചോദിച്ചിട്ടുള്ളത്? എന്താണ് ഇത്? ഒറിജിനൽ വാല്യൂ ടൈമിന്റെ ആണ് തന്നിട്ടുള്ളത്. നമുക്ക് ടൈമിന്റെ റേഷ്യോ കണ്ടുപിടിക്കണമായിരിക്കും. ഡയറക്റ്റ് ടൈമിന്റെ റേഷ്യോ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കി തന്നെ എഴുതാം. 3/5 എ ഇൻവെസ്റ്റ് ചെയ്യുന്നു. 4/7 കിട്ടുന്നു ടോട്ടൽ പ്രോഫിറ്റ് ബിക്ക്. അപ്പൊ ബിക്ക് 4 ഇത് എഴുതേണ്ടി വരും അല്ലേ? ബിക്ക് 4 ഇത്, മറ്റേത് എക്ക് 3 പാർട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, മറ്റേത് ബാക്കി 2 പാർട്ട്. അപ്പൊ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? 1:2 റേഷ്യോ കിട്ടും. 1ന്റെ വാല്യൂ ആണ് 15 മാസം. നമുക്ക് എന്ത് വേണം? 2ന്റെ വാല്യൂ 30. ഇത്ര എഴുതിക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതന്നെ ഷോർട്ട് മെത്തേഡ് ആണ്. അതിനും ഷോർട്ടായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ എക്സാമിന് ചെയ്തേ പറ്റും. കാര്യങ്ങൾ ഇത്ര അറിഞ്ഞിരിക്കണം. ഇതാണ് നമ്പർ, അതെല്ലാം എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എയും ബിയും സ്റ്റാർട്ട് ആയ ബിസിനസ് വിത്ത് ഇത്രയും രൂപ ആൻഡ് ഇത്രയും രൂപ റെസ്പെക്റ്റീവ്. ആഫ്റ്റർ 4 months, ഇപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു എളുപ്പവഴി കാണിച്ചു. ആഫ്റ്റർ 4 months, സി ജോയിൻസ് വിത്ത് ₹4,500. ബി ക്വിറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് 9 months. ഫൈൻഡ് ദ പ്രോഫിറ്റ് ഓഫ് ബി ഔട്ട് ഓഫ് ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ₹1,800. 1,800 രൂപ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ ബിക്ക് എത്ര രൂപ കിട്ടും? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ഓപ്ഷൻ ഒന്ന് എന്ത് ചെയ്യണം? നോക്കുക. എല്ലാ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴും ഓപ്ഷൻ എന്ത് ചെയ്യാം? നിങ്ങളൊന്ന് നോക്കാം. അപ്പൊ ഇത് ടോട്ടൽ പ്രോഫിറ്റിൽ ബിക്ക് എത്ര പ്രോഫിറ്റ് കിട്ടും? നമുക്ക് എന്ത് വേണം? പ്രോഫിറ്റിന്റെ റേഷ്യോ വേണം ഇവരുടെ. അപ്പൊ എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. ഓക്കെ, പ്രോഫിറ്റിന്റെ റേഷ്യോ വേണം. പ്രോഫിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ടൈമാണ്. അത് നമ്മൾ പഠിച്ചാൽ എത്ര നാൾ ഇട്ടു, എത്ര ഇട്ടു, എത്ര വെച്ചിട്ട്. എയും ബിയും സിയും ഉണ്ട്. ഓക്കെ, 3,000 രൂപ, 4,000 രൂപ, 4,500 രൂപ. നമുക്ക് എന്താ? ഇവിടെ ഞാൻ 3,000 എന്ന് എഴുതി, ഇവിടെ ഞാൻ 4,000 എന്ന് എഴുതി, ഇവിടെ ഞാൻ 4,500 എന്ന് എഴുതി. അപ്പൊ ഇങ്ങനെ എഴുതിയാലും ഈ കോമൺ ആയിട്ടുള്ള 2 പൂജ്യം ഇവിടുന്നും എന്ത് ചെയ്യും? റേഷ്യോ എടുക്കുമ്പോൾ വെട്ടിക്കളയും. അപ്പൊ നിങ്ങൾ ഇനി അത്ര കഷ്ടപ്പെട്ട് എന്ത് ചെയ്യണോ? അത് മൊത്തം 3,000, 4,000, 4,500 എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് കോമൺ ഉണ്ടോ അത് വെട്ടിക്കളഞ്ഞ് നിങ്ങൾക്ക് എഴുതാം. അപ്പൊ ഞാൻ ഇവിടുന്ന് തന്നെ ക്വസ്റ്റ്യനിൽ തന്നെ എന്ത് ചെയ്യാം? അത് പഠിച്ചോളൂ. അത് ഞാൻ എഴുതുന്നില്ല. ഡീറ്റെയിൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ വാരി വലിച്ചെല്ലാം എഴുതുന്നതല്ല. ഡീറ്റെയിൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കൺസെപ്റ്റ് മൊത്തം പറഞ്ഞ് പഠിപ്പിക്കുന്നതിനാണ് ഡീറ്റെയിൽ മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലാതെ ഇത് വാരി വലിച്ച് എഴുതിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ ഇമാജിനേഷൻ പവർ കൂടണമെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യനിൽ വെച്ച് തന്നെ എന്ത് ചെയ്യണം? അത് സോൾവ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഈ പറയുന്നത് ചിലർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫസ്റ്റ് ചാൻസില്ല. അപ്പൊ ഓരോരുത്തരുടെ IQ ലെവൽ ഡിഫറെന്റ് ആണ്. ചിലർക്കൊന്നും ആദ്യം എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ഇങ്ങനെ അല്ലല്ലോ, നമ്മൾ എഴുതണമല്ലോ, എഴുതിയെങ്കിലല്ല പറ്റത്തുള്ളൂ, നമ്മുടെ മനസ്സിന് പഠിക്കാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുമാണ്. അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണം? അവര് 2-3 വട്ടം എന്ത് ചെയ്യണം? ഇത് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് നാൾ ചെയ്ത് കഴിയുമ്പോൾ മനസ്സിലാവും ഇതിന്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? 2 പൂജ്യം ഇവിടെ ഉണ്ട്, നോക്കണ്ട. പിന്നെ 30, 40, 45 ആണ്. 5 വെച്ച് കിട്ടാം. കോമൺ ആയിട്ടുള്ളത് എന്ത് ചെയ്യാം? എല്ലാം ക്യാൻസൽ ചെയ്ത് എഴുതിയാൽ മതി. 30-ന് 5 വെച്ച് കിട്ടുമ്പോൾ നമുക്ക് 6 കിട്ടും. 40-ന് 5 വെച്ച് കിട്ടുമ്പോൾ 8 കിട്ടും. 45-ന് 5 വെച്ച് കിട്ടുമ്പോൾ 9 കിട്ടും. അപ്പൊ നിങ്ങൾ ഇവിടെ 3,000, 4,000, 4,500 എഴുതുന്നത് ഇവിടെ 6, 8, 9 എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോ എടുക്കുമ്പോൾ സെയിം തന്നെയാണ്. ഇങ്ങനത്തുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ റാങ്കിനെ അല്ലെങ്കിൽ നിങ്ങളുടെ മാത്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ ഒരു ലെവലിനെ തന്നെ എന്ത് ചെയ്യും? മാറ്റി. ഇങ്ങനത്തുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. അത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങൾക്ക് കൺവേ ചെയ്ത് തരാൻ പറ്റുള്ളൂ. ഇത് മനസ്സിലായാലും 6/8/9 എങ്ങനെയാണ് വന്നതെന്നൊക്കെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്ലെയിൻ ചെയ്തു. ഇതാണ് നമ്മുടെ അവളുടെ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് റേഷ്യോ. ഇനി ടൈം ഉണ്ടല്ലോ. എ എന്താ ചെയ്യുന്നത്? ആഫ്റ്റർ 4 months എ ആൻഡ് ബി സ്റ്റാർട്ട്. ഓക്കെ, ആഫ്റ്റർ 4 months സി ജോയിൻസ്. ഇപ്പൊ രണ്ടുപേരും സ്റ്റാർട്ട് ചെയ്യുന്നു. 1 വർഷം കഴിഞ്ഞിട്ട് ടോട്ടൽ പ്രോഫിറ്റ് 1 വർഷമല്ലേ? ആഫ്റ്റർ 4 months ബി ഗോസ് എൻഡ് ഓഫ് 9 months പ്രോഫിറ്റ്. ഓക്കെ, അപ്പൊ 1 year ആണെന്ന് വിചാരിച്ചോ. ക്വസ്റ്റ്യൻ തന്നിട്ടെങ്കിൽ എന്ത് ചെയ്യാം? ടോട്ടൽ 1 year ആണെന്ന് വിചാരിക്കും. അപ്പോൾ എ എന്ത് ചെയ്യുന്നുണ്ട്? ടോട്ടൽ 12 മാസം. എ എവിടെ നിന്ന് പോവുകയും വരികയൊന്നും ചെയ്തില്ല. ആദ്യം മുതലേ എ ഉണ്ട്. എ ബി സ്റ്റാർട്ട് ചെയ്തിട്ട് അവസാനം 1 year അറ്റ് ദ എൻഡ് ഓഫ് 1 year എന്ന് ക്വസ്റ്റ്യൻ തരും കേട്ടോ. ക്വസ്റ്റിനകത്ത് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ 1 year വിചാരിച്ചാൽ മതി. അപ്പൊ എത്ര മാസം ചെയ്യുന്നുണ്ട്? 12 മാസം. എ പോവുകയോ വരികയൊന്നും ചെയ്യുന്നില്ല. ബി എന്താണ്? ബി ക്വിറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് 9 months എന്ന് പറഞ്ഞാൽ 9 മാസം വരെ എന്ത് ചെയ്തു? ബി ചെയ്തു. സി എന്താ ചെയ്തത്? 4 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ട് 4 മാസം കഴിഞ്ഞിട്ടാണ് വന്നത്. ഇപ്പൊ ടോട്ടൽ 12 മാസം ഉണ്ട്. അതിൽ 4 മാസം ബി വർക്ക് ചെയ്തില്ല. ബാക്കി എത്ര മാസം ഉണ്ട്? ബി 8 മാസം വർക്ക് ചെയ്തു. ഇതാണ് ഇവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ. ഇതിൽ എന്ത് ചെയ്യണം? ഇതിന്റെ പ്രോഫിറ്റ് റേഷ്യോ കണ്ടുപിടിക്കണം. എന്തുകൊണ്ട് കോമൺ ആയിട്ട് വെട്ടിക്കളയാൻ? 3 ഉണ്ട് അല്ലെ? ഇവിടെ 3 ഉണ്ട്, 2 ഉണ്ട്, 3, 2, 6 ഉണ്ട്. ഇവിടെ 6 ഉണ്ട്, 6 പോയി. ഇവിടെ ഒരു 3, ഇവിടെ 2 കിട്ടുമ്പോൾ ഇത് 4 വന്നു. 3 കിട്ടുമ്പോൾ ഇവിടെ 3 വന്നു.
ഓക്കെ, ഇവിടെ എന്തുണ്ട്? 6 ഉണ്ട്. 2 കിട്ടുമ്പോൾ ഇവിടെ 4 3 വെച്ചുമ്പോൾ 3 ഉണ്ട്. ഓക്കെ, വേറെ കോമൺ ആയിട്ട് എന്തുണ്ട്? 3 ഉണ്ട്. കുട്ടികളെ 3 കിട്ടുമ്പോൾ 4:, ഇവിടുത്തെ 3 പോയി, ഇവിടുത്തെ 3 പോയി, 4:4:4. ഓക്കെ, 4:4:4 എന്ന് പറഞ്ഞാൽ എന്താ? 1:1. എല്ലാം 72. ഓക്കെ, 1:1:1. ഓക്കെ, ഇതൊന്നും ഇത്രയൊന്നും എഴുതേണ്ട കാര്യമില്ല. അതായത് എത്ര പ്രോഫിറ്റ് ഉണ്ടോ, ഇതിന്റെ അർത്ഥം എന്താ? പ്രോഫിറ്റ് റേഷ്യോ 1:1:1 എന്ന് പറഞ്ഞാൽ എന്താ? എത്ര പ്രോഫിറ്റ് ഉണ്ടോ അതെന്ത് ചെയ്യും? ഇവർക്ക് 3 പേർക്കും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഇപ്പൊ 1500 രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എക്കും 600 കിട്ടും. 600 എന്ന് പറഞ്ഞാൽ എന്താ? 1500/3. ഒന്നിന്റെ വാല്യൂ 3ന്റെ ടോട്ടൽ 3ന്റെ വാല്യൂ ആണ് 1500. ഒന്നിന്റെ വാല്യൂ എല്ലാവർക്കും ഈക്വൽ ആണ്. 1500/3 600 വെച്ച് എന്ത് ചെയ്യും? പിക്കോ സിക്കും എക്കും എല്ലാം എന്താണ്? 600 വെച്ചായിരിക്കും കിട്ടുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെങ്കിൽ ഇത്രയും സമയം എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമ്മൾ ഇത്രയും പഠിച്ച ഒരു ലെവൽ വെച്ച് ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ട് ലെവൽ കൂട്ടി എന്ത് ചെയ്യുന്നത്? പേന എടുക്കാതെ ചെയ്യുന്ന ഒരു ലെവലിലോട്ട് എത്തുന്നത്. ഇങ്ങനെ ഒന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, ആരും ഒരു ക്ലാസ്സിലും പറയത്തില്ല. എനിക്ക് ഉറപ്പാണ്. നമുക്ക് ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ പേന എടുക്കുക ചെയ്യുന്നത്? ഇത് വെച്ച് നിർത്തിയിട്ട് പോകരുത്. ഈ ക്വസ്റ്റ്യൻ ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ, നിങ്ങൾ പഠിത്തം കംപ്ലീറ്റ് ആവണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുള്ള ലെവലിലാവണമെങ്കിൽ എങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്? കണ്ടു 3000 4000 4500 കോമൺ ആയിട്ട് വെട്ടിക്കളഞ്ഞു. അത് കണ്ടു 5 8 9 5 8 9 എഴുതേണ്ടി വരും. 5 8 9 വേഗം എഴുതുക. 5 8 9 എന്നിട്ട് ചെയ്യുന്നു 12 മാസം ചെയ്യുന്നു 12. രണ്ടാമത്തെ ആള് 9 മാസം ചെയ്യുന്നു. പിന്നെന്താണ്? മൂന്നാമത്തെ ആള് നമുക്ക് എത്ര? 8 മാസം ചെയ്യുന്നു. ഇനി എന്ത് ചെയ്യാം? ഇതിനകത്ത് കോമൺ ആയിട്ടുള്ളത് വേഗം ക്യാൻസൽ, അല്ലെങ്കിൽ 60 72 72 12 ചുറ്റും എത്ര ഇടും? 5 6 അല്ലല്ലോ, എത്ര വരുന്നത്? ഓക്കെ, പ്രോഫിറ്റ് 5 അല്ലോ, 6 ആയി. ഓക്കെ, ഇവിടെ 6 ആയി. ഓക്കെ, 6:8:9 ആണ്. ഓക്കെ, 72. ഇവിടെ നോക്കി തന്നെ ചെയ്യും. ഇത് വെട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. ഓക്കെ, ഇങ്ങനെയായിരുന്നു, വെട്ടിയൊന്നും വേണ്ട. ഇങ്ങനെ ഈ ഡീറ്റെയിൽ വഴി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ വെട്ടി ചെയ്യണമെന്ന് തോന്നുമ്പോൾ തന്നെ നിങ്ങൾ നോക്ക്. ഇതല്ലാതെ എന്ത് ചെയ്യാം? നമ്മൾ പറയുവാണെങ്കിൽ ഡയറക്റ്റ് 72 72 72 1:1:1 ആണ്. അതല്ലാതെ വെട്ടണം എന്ന് ചിന്തിച്ച് കൊണ്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്പീഡ് ആവും എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഇത്രയും കിടന്ന് വെട്ടുന്നത്. എന്റെ ആവശ്യമില്ല. എന്താണ്? 72 72 72 1:1:1 ആണ്. നിങ്ങൾ ഇത്രയും വെട്ടിക്കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ സമയം എന്ത് ചെയ്യും? കുറച്ചുകൂടെ. എന്തിനാ വെറുതെ 3-4 സെക്കൻഡ് കളയുന്നത്? അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അത് റീസണിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യൻ ആലോചിക്കാൻ വേണ്ടി എടുക്കാം. ഒരു 10 സെക്കൻഡ് എക്സ്ട്രാ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ എന്ത് ചെയ്യാം? അങ്ങനെ പഠിക്കാം. ഓക്കെ, അപ്പോൾ 1:1:1 കിട്ടും. ഇത്ര എഴുതി തന്നെ എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടിട്ട് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കാം. എയും ബിയും സി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. എയും ബിയും സിയും സ്റ്റാർട്ട് ആയി ബിസിനസ് വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ഇത്രയും. ഇൻവെസ്റ്റ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഡയറക്റ്റ് റേഷ്യോ എഴുതാൻ പറ്റുമല്ലോ. 3 ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ചുമ്മാ 3 എഴുതി സമയം കളയാന്നുള്ളത് വേറൊരു വഴിയില്ല. കാര്യം റേഷ്യോ എടുക്കുക. നിങ്ങൾക്ക് അതിന്റെ റിലേഷൻ ആണ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു 3 വാല്യൂസ് അല്ലെങ്കിൽ അത് എടുക്കുന്ന വാല്യൂസ് തമ്മിലുള്ള ഒരു റിലേഷൻ. ഇത്രേ ഉള്ളൂ നമ്മുടെ റേഷ്യോ എന്ന് പറയുന്നത്. ആഫ്റ്റർ 3 മന്ത് എന്ത് ചെയ്യുന്നു? ഇത്രയും രൂപ വിഡ്രോ എന്ന് പറഞ്ഞാൽ എന്താ? നിന്നും പിൻവലിക്കുന്നു. ദെൻ ആഫ്റ്റർ 3 മന്ത് ബി ഡെപ്പോസിറ്റ് ₹5000 മോർ അറ്റ് ദ എൻഡ് ഓഫ് മോർ ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് 10th മന്ത് സി ക്വിറ്റ്സ്. സി എന്ത് ചെയ്യുന്നു? കളഞ്ഞിട്ട് പോകും. ഇഫ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ദ പ്രോഫിറ്റ് ഡിഫറൻസ് ആണല്ലോ, പ്രോഫിറ്റ് അല്ല, പ്രോഫിറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് സി ഈസ് rupees ഇത്രയും. ദെൻ ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ്. ഇവിടെ എന്താ? ഇവിടുത്തെ ഒറിജിനൽ വാല്യൂ ആരാ തന്നിട്ടുള്ളത്? ബിയുടെയും സിയുടെയും പ്രോഫിറ്റ് ഡിഫറൻസ്. പ്രോഫിറ്റിന്റെ ഡിഫറൻസ് എന്ത് വേണം? നമുക്ക് എന്ത് വേണം? പ്രോഫിറ്റിന്റെ റേഷ്യോ വേണം. എങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ഡിഫറൻസുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? രണ്ടുപേരുടെ എത്ര യൂണിറ്റ് വെച്ചാന്ന് അറിയുവാണെങ്കിൽ അതിന്റെ ഡിഫറൻസിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒറിജിനൽ പ്രോഫിറ്റ് ഡിഫറൻസുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ടോട്ടൽ പ്രോഫിറ്റ് ആണ് വേണ്ടത്. ഓപ്ഷൻ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്ത് വേണം? നമുക്ക് പ്രോഫിറ്റിന്റെ റേഷ്യോ ആണ് എന്ത് ചെയ്യുന്നത്? കണ്ടുപിടിക്കാം. അപ്പൊ ഇവരുടെ ഇൻവെസ്റ്റ്മെന്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ടൈം ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ ടൈം പീരീഡ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. വേറെ ഒരു വ്യത്യാസവും ഇല്ല. 15000 20000 25000 കോമൺ ആയിട്ടുള്ളത് 3 0 3 0 3 0 നോക്കണ്ട. 3 0 3 0 3 0 15 20 25 റേഷ്യോ എടുക്കുമ്പോൾ 5 വെച്ച് കിട്ടുമ്പോൾ 3 4 5 കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു? ആ വലിയ സംഖ്യകളെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ചേഞ്ച് ചെയ്തു. ഓക്കെ, ഇവിടെ നമ്മൾ വലിയ സംഖ്യകളെ എന്ത് ചെയ്തു? നമ്മൾ ചെറുതാക്കി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാക്സിമം പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമന്റ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ മനസ്സിലാവുന്നെങ്കിൽ അത് പറയാം കേട്ടോ. ആഫ്റ്റർ 3 months അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ആഫ്റ്റർ 3 months എന്ത് ചെയ്തു? 5000 രൂപ എടുത്തു. അപ്പൊ അതായത് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? എല്ലാത്തിനെയും 5 കൊണ്ട് എന്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്തത്? 3 0 5 3 0 5 അപ്പം എല്ലാത്തിനെയും 3 0 5 5000 കൊണ്ട് വെട്ടിയത്. ഇവിടെ 5000 ക്യാൻസൽ ചെയ്ത് 5000 ക്യാൻസൽ 5000 രൂപ എടുക്കുമെന്ന് പറഞ്ഞാൽ ഇവിടെ 5000ന്റെ വാല്യൂ 5000 എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര എടുത്തേക്കുന്നത്? 1 എടുത്തേക്കുന്നത്. അത് 5000 വെച്ചാൽ വെട്ടിക്കുന്നത്. ഇപ്പോൾ 5000 രൂപ എടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാത്തിനും രൂപയെല്ലാം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 5000 കൊണ്ട് ക്യാൻസൽ ചെയ്യണം. അത് നോക്കണം. ഇവിടെ 3 4 5 എഴുതിയിട്ട് പിന്നെ 5000 ഇവിടെ എഴുതാൻ പറ്റത്തില്ല. നമ്മൾ കോമൺ ആയിട്ടുള്ള അല്ല. ഇവിടെ പ്ലസ് മൈനസ് ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറയണോ? വേണ്ട, അതിന്റെ ആവശ്യമില്ല. നമുക്ക് നിങ്ങളിവിടെ 15000 എഴുതി. 15000 3 മാസത്തേക്ക് ആരിട്ടു? എ ഇട്ടു. ആഫ്റ്റർ 3 months എ വിഡ്രോസ് 5000 15000 5000 കുറച്ച് ബാക്കി 10000 ഇട്ടോളൂ. എത്ര മാസത്തേക്ക്? 10000 ഇട്ടോളൂ. എത്ര മാസത്തേക്ക്? 1 year. ബാക്കി 9 മാസത്തേക്ക്. ഇനി അധികം അടുത്ത റേഷ്യോ ബി എന്താ ചെയ്തേ?
ബി ഡെപ്പോസിറ്റ് 5000 മോർ അറ്റ് ദ എൻഡ് ഓഫ് 10th മന്ത്. അപ്പൊ 10 മാസത്തേക്ക് ബി എന്ത് ചെയ്തു? 20,000 ആണ് ഇട്ടത്. 20,000 ഇൻറ്റു 10 മാസം അധികം 5000 കൂടുതലിട്ട്, അതായത് 25,000 ഇൻറ്റു ബാക്കി 2 മാസം. ഇനി അടുത്ത സി എന്താ ചെയ്തേ? സി ഒന്നും ചെയ്തില്ല. സി 25,000 വെച്ച് തന്നെ 12 മാസത്തേക്ക്. ഇവിടെ റേഷ്യോ എടുക്കണമെങ്കിൽ എന്താ? ഇവിടുത്തെ 3 പൂജ്യം വെട്ടിക്കളഞ്ഞാൽ ഇവിടുത്തെ എന്ത് ചെയ്യണം? 3 പൂജ്യം വെട്ടിക്കളയണം. ഇവിടുത്തെ 3 പൂജ്യം വെട്ടിക്കളയണം, ഇവിടുത്തെ 3 പൂജ്യം വെട്ടിക്കളയണം, ഇവിടുത്തെ 3 പൂജ്യം വെട്ടിക്കളയണം. പിന്നെ 5 വെച്ച് കിട്ടുമ്പോൾ ഇവിടെ 5 3 ആണ്, ഇവിടെ 5 വെച്ചുമ്പോൾ ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 5 ആണ്. അപ്പൊ എന്ത് ചെയ്യണം? വെട്ടിക്കളയുമ്പോൾ ഈ റേഷ്യോയിലെ മൊത്തം സാധനത്തിനകത്ത് എന്ത് ചെയ്യണം? വെട്ടിക്കളയണം. ഇവിടെ പ്ലസ് ഉണ്ടെങ്കിൽ, ഇടയ്ക്ക് പ്ലസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? മൊത്തത്തിനകത്ത് വെട്ടിക്കളയണം. അപ്പൊ ഇവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളിപ്പോ എന്ത് ചെയ്തു? ഓൾറെഡി ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കണം. ഇതൊക്കെ നിങ്ങൾ ഒരുപാട് സമയം നിങ്ങളെ ലാഭിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? ഞാൻ 15,000 നിന്ന് 5,000, എല്ലാത്തിനും 5,000 വെച്ച് വെട്ടി. അപ്പൊ ഇവിടെ ഈ 5,000 ആഡ് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ എത്ര കുറയ്ക്കണം? നമ്മൾ 5,000 വെച്ച് വെട്ടിയിട്ടുള്ള വാല്യൂ ആയിരിക്കണം എന്ത് ചെയ്യുന്നത്? ഞാൻ എന്ന് പറയുന്നത് വെറും 15,000 നമ്മൾ വെറും 3 യൂണിറ്റ് ആയിട്ട് പറഞ്ഞത്. 15,000 3 യൂണിറ്റ് ആക്കിയെങ്കിൽ 5,000 എത്രയാണ്? 1 യൂണിറ്റ് ആണ്. അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ 3 മാസത്തേക്ക് ഇനി നമുക്ക് നോക്കാം. ഈ മാസത്തേക്ക് നോക്കാം. എത്ര നാൾ ചെയ്യുന്നു, എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ നോക്കാം. അപ്പൊ 3 മാസം കഴിഞ്ഞ് എന്ത് ചെയ്തു? 5,000 എടുത്തു. അപ്പൊ 3 ഇൻറ്റു 3 മാസത്തേക്ക് എന്താ? 3 യൂണിറ്റ് ആയിട്ടത് 5,000 രൂപ എന്ത് ചെയ്തു? പ്ലസ് എന്താ ചെയ്തേ? 5,000 രൂപ എന്ത് ചെയ്തു? വിഡ്രോ ചെയ്തു. അതായത് 3 യൂണിറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ എത്രയേ ഉള്ളൂ? 3-ൽ നിന്നും 1 കുറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞേ? 5,000/5000. 5,000 ആണ് 1 യൂണിറ്റ്. 2 വെച്ച് എത്ര? ബാക്കി 9 മാസം എന്ത് ചെയ്തു? വർക്ക് ചെയ്തു. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കാൽക്കുലേഷൻ ടൈം ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഒരുപാട് സ്റ്റെപ്പുകളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റെപ്പ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഞാൻ അടുത്ത എളുപ്പവഴിയും പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്യുന്ന എങ്ങനെയെന്ന് പറയാം. ഇനി ബി എന്താണ്? 4 യൂണിറ്റ് ആയിരുന്നു വെച്ചിരുന്നത്. ആദ്യത്തെ എത്ര മാസത്തേക്ക്? 5,000 മോർ ദ എൻഡ് ഓഫ് 10th മന്ത്. 10th മന്ത് 10 മാസത്തേക്ക് എന്ത് ചെയ്തു? ബി 4 ഇട്ടു. പിന്നെ ബാക്കി 2 മാസത്തേക്ക് ബിയുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 5,000 കൂടുതൽ. 4ന്റെ സ്ഥാനത്ത് 5 വെച്ച് എത്ര മാസത്തേക്ക്? 2 മാസത്തേക്ക്. സി എന്താ ചെയ്തേ? സി വേറെ ഒന്നും ചെയ്യില്ല, ഇടുകയോ മാറ്റിയോ ഒന്നും ചെയ്തില്ല. സി ക്വിറ്റ്സ് അറ്റ് ദ എൻഡ് ഓഫ് more B deposit more and ഓക്കെ. ഓ 10 മാസത്തേക്ക് 10 മാസമല്ല ബി 10 മാസമല്ല. ക്വസ്റ്റ്യൻ എഴുതിയതിന്റെ കുഴപ്പമാണ്. ഓക്കെ, സി നിന്ന് കിറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, ശ്രദ്ധിച്ചോണേ. എ വിഡ്രോസ് ഇത്രയും. ദെൻ ആഫ്റ്റർ 3 മന്ത് എന്ന് പറഞ്ഞാൽ എന്താ? 3 മാസം കഴിഞ്ഞു, പിന്നെ 3 മാസം, അതായത് 6 മാസം വരെ എന്ത് ചെയ്തു? ബി ഉണ്ടായിരുന്നു. ബി 6 മാസം വരെ 4x6 വെച്ച് ചെയ്തു. ആഫ്റ്റർ പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർ 3 മന്ത്, അതായത് 6 മാസത്തേക്ക് ബി 4 യൂണിറ്റ് ആയിരുന്നു ഇട്ടെ. പിന്നെ എന്ത് ചെയ്തു? ബി 5,000 കൂടുതൽ ഇട്ടു. അതായത് ബാക്കി 6 മാസത്തേക്ക് എത്ര ഇടുന്നത്? ബി എത്ര? 4ന്റെ കൂടെ 5,000 എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. 5 ഇട്ട് എത്ര മാസത്തേക്ക്? 6 മാസത്തേക്ക്. ഈ ക്വസ്റ്റ്യൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിനാ? ക്വസ്റ്റ്യൻ നന്നായിട്ട് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, അല്ല വേഗത്തിൽ ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, അല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണെങ്കിൽ ഇത് മൊത്തം എഴുതി വെട്ടിക്കളഞ്ഞ് ചെയ്താൽ മതി. അത് പക്ഷേ ഒരുപാട് ലെങ്തി ആവും, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, ക്ലാസ് കൊണ്ടൊരു യൂസ്ഫുൾ ഇല്ല. ഓക്കെ, എന്റെ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പുതിയ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യും കിട്ടും. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കാതെ പ്രാക്ടീസ് ചെയ്യാതെ ഒരിക്കലും ഇത് നിങ്ങളുടെ മെത്തേഡായി മാറില്ല. ഓക്കെ, ഈ സി എന്താ ചെയ്യുന്നത്? സി 10 മാസം കഴിഞ്ഞ് ക്വിറ്റ് ചെയ്യുന്നു. വേറെ ഡെപ്പോസിറ്റും പരിപാടിയൊന്നുമില്ല. അപ്പം സി എത്ര മാസം? ഇത് 5 ഗുണം 10 വെച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? റേഷ്യോ എഴുതാം. കോമൺ ആയിട്ട് എല്ലാത്തിലും വെട്ടുവാണെങ്കിൽ എല്ലാത്തിലും എന്ത് ചെയ്യണം? കോമൺ ആയിട്ട് റേഷ്യോ സോൾവ് ചെയ്യണമെങ്കിൽ എല്ലാത്തിലും കോമൺ ആണ്. എല്ലാത്തിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്, ഇവിടെ 3 ഉണ്ട്. ഇവിടുന്നില്ല, 3 ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടി വരും. 3 ഗുണം 3 9. ഇവിടെ 2 ഗുണം 9 18. 18 9 27 കിട്ടി. 24 ഇവിടെ 30, 54 കിട്ടി. ഇനി 5 10 50 കിട്ടി. വേറെ കോമൺ ആയിട്ടൊന്നുമില്ല. 27 റേഷ്യോ 57 റേഷ്യോ 50. ഇതാണ് നമ്മുടെ റേഷ്യോ. എത്ര സിബിയിൽ നിങ്ങൾ അല്ലാതെ ചെയ്തിരുന്നെങ്കിൽ മൊത്തം എഴുതിയിരുന്നെങ്കിൽ ഒരു 3-4 സ്റ്റെപ്പ് എഴുതി വെട്ടി നിങ്ങൾക്ക് എന്ത് എടുത്തുള്ളൂ? ഈ പ്രോഫിറ്റിന്റെ റേഷ്യോ എടുത്തു. ഇനി എന്താ തന്നിട്ടുള്ളത്? ഇനി അടുത്തത് നമ്മുടെ റേഷ്യോ ആണ്. ഇതെല്ലാം എന്താണ്? റേഷ്യോയിലെ ഒരു പാർട്ടാണ്. ഇനി എന്താ ക്വസ്റ്റ്യൻ? ഇത് ബെസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ന് ചെയ്തതിൽ വെച്ച് നല്ല ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരുപാട് ടൈം കളയാവുന്ന ക്വസ്റ്റ്യൻ എങ്ങനെ വേഗത്തിൽ ചെയ്യാമെന്ന് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നോക്കും. ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? പ്രോഫിറ്റിന്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഒറിജിനലോട്ട് പോവാം. പ്രോഫിറ്റ് ആണോ തന്നിട്ടുള്ള ബി യുടെ ചെയ്യണം? അല്ല, പ്രോഫിറ്റ് ഡിഫറൻസ് ബി യുടെ ചെയ്യണം. ഇപ്പൊ എ ബി സി. ഇപ്പൊ ബിക്ക് 54 യൂണിറ്റ് പ്രോഫിറ്റ് കിട്ടുന്നെങ്കിൽ സിക്ക് 50 യൂണിറ്റ് ആണ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഡിഫറൻസ് എത്രയായി വരുന്നത്? 50ഉം 54 തമ്മിലുള്ള ഡിഫറൻസ് 4 യൂണിറ്റ്. ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. ഞാൻ ഞാൻ ഇവിടെ എന്ത് ചെയ്യാം? പേന വെക്കാതെ വേഗത്തിൽ ചെയ്യുന്ന കാര്യം പറഞ്ഞുതരാം. അപ്പൊ 4 യൂണിറ്റിന്റെ ഒറിജിനൽ വാല്യൂ ആണ് തന്നിട്ടുള്ളത് 800 രൂപ. നമുക്ക് എത്ര വാല്യൂ വേണം? ഫൈൻഡ് ദ ടോട്ടൽ പ്രോഫിറ്റ്. എന്ന് പറഞ്ഞാൽ എത്ര? 27 57 50. 50 100 120 127 4 131 വാല്യൂ ആണ് വേണ്ടത്. 4 വെച്ചിട്ട് 2 131 ഗുണം 2 262 262 200. ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതെങ്ങനെ വേഗത്തിൽ ചെയ്യാം? എങ്ങനെ വേഗത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ ക്വസ്റ്റ്യൻ കാണുന്നു, പഠിച്ചിട്ട് പോയ ഒരാളാണ്, ഈ ക്വസ്റ്റ്യൻ കാണുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടത്? എ ബി സി തന്നിട്ടുണ്ട്. 15,000 20,000 25,000
3 മന്ത് വിഡ്രോ ചെയ്യുന്നു, 3 മന്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, 10 മാസം കഴിഞ്ഞ് ക്വിറ്റ് ചെയ്യുന്നു, എൻഡ് ഓഫ് ഇയർ പ്രോഫിറ്റ് ഡിഫറൻസ്, ഫൈൻ ദ ടോട്ടൽ പ്രോഫിറ്റ്. നമുക്ക് എന്ത് വേണം? പ്രോഫിറ്റ് റേഷ്യോ വേണം, ഇൻവെസ്റ്റ്മെന്റ് ടൈമാണ്, കോമൺ ആയിട്ടുള്ള 5000 വെച്ച് വെട്ടുന്നു, 3 എഴുതിയേ പറ്റും. 3, 4, 5, 3 മാസം വരെ, അത് 3 മാസം വരെ നിൽക്കുന്നു 9, ബാക്കി 5000 വിഡ്രോ ചെയ്യുന്ന പറഞ്ഞാൽ എത്ര? 3 1 കുറച്ച് 2 2 വെച്ച് ബാക്കി എത്ര മാസം? 9 മാസം, 18 18 കൂട്ടി 27 വന്നു. റേഷ്യോ ഇവിടെ 4 വെച്ചിട്ട് എത്ര മാസം നിൽക്കുന്നു? 3 മാസം. ദെൻ ആഫ്റ്റർ 3 മന്ത്സ്, ശ്രദ്ധിച്ചോണം, ദെൻ ആഫ്റ്റർ 3 മന്ത്സ് ആണ്. ഒരു 3 മന്ത്സ് കഴിഞ്ഞിട്ട് ദെൻ ആഫ്റ്റർ 3 മന്ത്, ഒരിക്കലും 3 മന്ത് കഴിഞ്ഞിട്ടാണ് ബി എന്ത് ചെയ്തത്? ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ദെൻ ആഫ്റ്റർ 3 മന്ത്സ്. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കും. പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോയാൽ മാത്രമേ ഈ ടൈപ്പ് ക്വസ്റ്റൻസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവിടെ പോയി ഇരിക്കും, സമയം ഒരുപാട് വേസ്റ്റ് ചെയ്ത് അവിടെ ഇരിക്കും. ഓക്കെ, 27. ഇനി ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വേഗത്തിൽ ചെയ്യുന്നത്. വേഗത്തിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതിന് വേറെ മാജിക് ഒന്നുമല്ല. ഇതൊക്കെ പഠിച്ച് പ്രാക്ടീസ് ആയിട്ട് പോയിട്ടാണ് അവരെല്ലാം എന്ത് ചെയ്യുന്നത്? ജോലി വാങ്ങുന്നത്. അപ്പൊ അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യണം? ആ ഒരു ഇത് നമുക്ക് അതിലും കൂടുതൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. അത് നിങ്ങൾ എത്രത്തോളം വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ പറഞ്ഞു തരണം അത്. ഓക്കെ, ആഫ്റ്റർ 3 മന്ത്സ് 6 മാസത്തേക്ക് ഈ 4 ഇട്ടത്. അപ്പൊ 24, ബാക്കി എന്ത് ചെയ്തു? 5000 കൂടുതൽ ഇട്ടു, 5 വെച്ച് 5, ബാക്കി 6 മാസം 5 6 30 27 എത്രയാണ്? 54 റേഷ്യോ. അപ്പൊ ഇത് എനിക്ക് വേണമെങ്കിൽ ആദ്യമേ പറയായിരുന്നു, ഇങ്ങനെ തന്നെ എനിക്ക് പറയായിരുന്നു. പക്ഷെ ആദ്യമേ ഞാൻ പറഞ്ഞാൽ കൂടുതൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഡീറ്റെയിൽ വഴി ആദ്യം പറയുന്നത്, എന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഈ ഒരു വഴി പറയുന്നത്. ഓക്കെ, എനിക്കിത് ആദ്യം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ തന്നെ പറയാം. പക്ഷെ ഇങ്ങനെ പറഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് ആദ്യത്തെ ഒരു ഇതിൽ ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷെ ഇനി രണ്ടാമതാണ് ഞാൻ ഈ പറയുന്നതെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാര്യങ്ങൾ കൂടുതൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സി എന്താ ചെയ്യുന്നത്? സി 25, 5 വെച്ചിട്ട് എത്ര മാസം? 10 മാസം. അപ്പൊ 50 ഡയറക്റ്റ് കിട്ടി. ഈ 4 യൂണിറ്റ് വാല്യൂ 800 4 × 2 ആണ്. ഇപ്പൊ 2 കൊണ്ട് ഡബിൾ 200 ഡബിൾ കളിക്കുന്നത്. ഈ ടോട്ടൽ സംബന്ധം എത്ര? 100, 120, 120, 131, 127, 4, 131, 131 2, 262. ഇത് ചെയ്യാം. ഇത്രയും എഴുതിയൊരു സാധനം. ഇത്രയും തന്നെ എന്താണ് ഞാൻ ചുരുക്കി ഷോർട്ടായിട്ടാണ് ഇത് തന്നെ എഴുതിയിരിക്കുന്നത്. ഇതിനെ ഷോർട്ടായിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്പിൽ ചെയ്യാം. എന്ത് ചെയ്യണം? മൈൻഡിൽ ഈ കാര്യങ്ങളൊക്കെ വേണം. ഇതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രോസസ് ചെയ്യണം. ഇതിങ്ങനെ ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ചിലപ്പോൾ ഫസ്റ്റ് ക്ലാസ് നിങ്ങൾ ഇതാണ് കാണുന്നതെന്ന് വെച്ചാലും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ബേസിക് ക്ലാസ്സിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഉള്ള ക്ലാസ്സിലായിരിക്കും എന്ത് ചെയ്യുന്നത് നമ്മൾ തരും. ഓക്കെ, ഇനി ഇതേ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരുവാണ്. എ ബി സിയും തന്നിട്ടുണ്ട്. 3 മന്ത് വിഡ്രോ ചെയ്യുന്നു. 20%, 25% 1/5 ആണ്. അപ്പൊ ടോട്ടൽ 5 ഉണ്ടെങ്കിൽ അതിൽ 1 വിഡ്രോ ചെയ്യുന്നു. ആഫ്റ്റർ 3 മന്ത് ബി വിഡ്രോസ് 25% ഇൻവെസ്റ്റ് ചെയ്യുന്നു. 25% 1/4 ആണ്. ഇപ്പൊ 4 ഉണ്ടെങ്കിൽ 1 എന്ത് ചെയ്യുന്നു? വിഡ്രോ ചെയ്യുന്നു. അറ്റ് ദ എൻഡ് ഓഫ് 10 മന്ത് സി ക്വിറ്റ് ചെയ്യുന്നു. ഫൈൻ ദ പ്രോഫിറ്റ് റേഷ്യോ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ. ഇവിടെ പ്രോഫിറ്റ് റേഷ്യോ മതി. നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് എന്ത് ചെയ്യുക? ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവരും എന്ത് ചെയ്യാം? ഇതിന്റെ ആൻസർ കമന്റ് ആയിട്ട് പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും ക്വാളിറ്റി കണ്ടന്റ് ഫ്രീ ആയിട്ടാണ്. നിങ്ങൾ വേറെ എവിടെ നോക്കിയിട്ടും കാണാൻ പറ്റില്ല, ഉറപ്പായിട്ട് ഞാൻ പറയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സുകൾ ഇങ്ങനെ എന്ത് ചെയ്യുന്നു? തന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ക്ലാസ്. അതും വെറുതെ ഒരു ക്ലാസ് അല്ല തരുന്നത്. അപ്പം എനിക്ക് വേണമെങ്കിൽ റേഷ്യോടെ ഇതിന്റെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? വീണ്ടും അടുത്ത ഇത് തുടങ്ങുമ്പോൾ സി ജിയിൽ വരുമ്പോൾ അടുത്ത ബേസ് എന്ന് പറഞ്ഞ് തുടങ്ങും. അപ്പം അതല്ല, നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ യൂസ് എന്ത് ചെയ്യണം? എന്നും നിലനിൽക്കണം. അപ്പൊ അതിനുവേണ്ടിയാണ് ബേസിക് ക്ലാസ്സിൽ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കുറച്ച് ചേഞ്ച് വരുത്തി അല്ലെങ്കിൽ നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ തിരുത്തി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ് കോഴ്സ് എല്ലാം ഇത്രത്തോളം നല്ല ക്ലാസ്സുകളാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അതെല്ലാം കാണാവുന്നതാണ്. നിങ്ങളെ എന്താണെന്ന് പറയാം, നിങ്ങളുടെ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക? കമന്റ് ആയിട്ട് പറയാം. നിങ്ങളുടെ അഭിപ്രായം അതിന്റെ കൂടെ ആൻസറിന്റെ കൂടെ നിങ്ങളുടെ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും പറയാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക് ഇനി ഈ റാങ്ക് മേക്കിംഗ് സീരീസിൽ ഇനിയും വരും. നമ്മളിപ്പോൾ പാർട്ണർഷിപ്പിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? കൊണ്ടുവരുന്നതായിരിക്കും. അടുത്ത ടൈപ്പ് കൊണ്ടുവരും. പക്ഷെ അത് ഇതിന്റെ കൂടെ അല്ല. ഇപ്പൊ നിങ്ങളുടെ ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ക്ലാസ് ഇപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് നമ്മുടെ പെർസെന്റേജിന്റെ കഴിഞ്ഞ ഒരു 2027 പ്ലേലിസ്റ്റിൽ ഒരു ക്ലാസ് ഇട്ടു. അങ്ങനെ ആദ്യത്തെ ക്ലാസ് നല്ല വ്യൂ ആയിരിക്കും. അപ്പൊ അടുത്ത ക്ലാസ്സിലായിരിക്കും കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ ക്ലാസ്സിനുള്ള ഒരു വ്യൂ എന്ത് വരുന്നില്ല, രണ്ടാമത്തേൽ വരുന്നില്ല. ഒരേ ടോപ്പിക് തന്നെ ഇങ്ങനെ വരുമ്പോൾ ഫ്രീ ആയിട്ട് തരുന്നതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല. അപ്പൊ അതിന്റെ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവുന്നവർ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഓരോ ചാപ്റ്റർ എന്ത് ചെയ്യാം? ഓരോരോ ക്ലാസ് വെച്ച് തന്നെ ചെയ്യാം. അപ്പൊ അടുത്ത ഒരു ഇതിൽ വരുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ ഒരു ഫ്രഷ് ചാപ്റ്ററോട് തോന്നും. അപ്പൊ എന്ത് ചെയ്യാം? എക്സാം വരുമ്പോൾ പഠിക്കാൻ നിങ്ങൾക്ക് ഇരിക്കുന്നവർക്ക് പറയാനുള്ളത് ഇപ്പോഴേ പഠിച്ചാൽ മാത്രമേ ഈ ഒരു ലെവലിലോട്ട് ഇപ്പൊ എങ്ങനെ എക്സാം ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാം. ആ ഒരു ലെവലിലോട്ട് വരണമെങ്കിൽ സമയം എടുക്കും. പരീക്ഷയുടെ തലേന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഈ ഒരു മെത്തേഡ്സിലോട്ട് വരാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരുപാട് പേര് ഫെയിൽ ആയി പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരാതിരിക്കുക. അപ്പൊ കമന്റ് ആയിട്ട് പറയാം. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് പഠിക്കും. ഓക്കെ.